ഇങ്ങനെയാണല്ലേ ഈ കളിക്ക് ഞാനില്ല. കഷ്ടപ്പെട്ട് ടോപ്പ് 10 സീരീസ് ഓഫ് 2024 ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ജിയോ സിനിമയിൽ ഇങ്ങനെ ഒരു സീരീസ് കാണുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ചുമ്മാ ഒരു എപ്പിസോഡ് കണ്ട് നോക്കാന്ന് പറഞ്ഞിട്ട് രാത്രി ഒരു 9 മണിയായപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതാണ്. ആദ്യത്തെ കുറച്ച് സീനുകളൊക്കെ നമ്മൾ ഏതൊരു ഹിറ്റ്മാന്റെ കഥയുള്ള സിനിമയും സീരീസൊക്കെ കാണുമ്പോഴുള്ള സീനുകളില്ലേ, അതുപോലെ തന്നെ ആയിരുന്നു. പിന്നീട് ഈ കേസ് അന്വേഷിക്കാൻ ഒരു പോലീസുകാരി വരും. അവിടെ നിന്ന് കളികൾ അങ്ങോട്ട് മാറുകയാണ്. പിന്നീട് ഒരു പോക്കാണ് സീരീസ്. ഞാൻ അന്ന് ആ ദിവസം ഉറങ്ങിയിട്ടില്ല. ഈ മൊത്തം എപ്പിസോഡ് കണ്ട് തീർക്കാതെ എനിക്ക് ഉറക്കം വന്നില്ല. കാരണം ഓരോ എപ്പിസോഡ് നിർത്തുന്നതൊക്കെ അങ്ങനെയാണ്, ഈ പീക്ക് ലെവലിൽ കയറ്റി ഒറ്റ നിർത്തലാണ്. പിന്നെ അടുത്തത് എന്ത് സംഭവിക്കുന്ന അറിയാതെ ഒരു സമാധാനമില്ല. ബേസിക്കലി സീരീസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റ് ആൻഡ് മൗസ് ഗെയിമില്ലേ, അതായത് ഒരു കള്ളനുണ്ടാവും, പിന്നെ പിടിക്കാൻ വേണ്ടി ഒരു പോലീസ് ഉണ്ടാവും. കള്ളനാണെങ്കിൽ ഒടുക്കത്തെ ബുദ്ധി, പോലീസിനാണെങ്കിൽ അതിലേറെ ബുദ്ധി. ആകെ ലെക്കെന്നുള്ള ഒരൊറ്റ ഒരു സംഭവം കൊണ്ടാണ് ഇവരിങ്ങനെ ഇത് പിടിക്കാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത്. സംഭവം നോക്കും, ഇതിലെ മെയിൻ ക്യാരക്ടർ നായകൻ എന്ന് പറയുന്ന ആള് ഏറ്റവും മോശക്കാരനായിട്ടുള്ള ആളാണ്. പുള്ളി ആൾക്കാരൊക്കെ കൊല്ലലാണ് പുള്ളിയുടെ ജോലി. പക്ഷെ ഇത് കാണുമ്പില്ലേ നമുക്ക് ഇയാൾ എങ്ങനെയെങ്കിലും ഈ മിഷനിൽ ജയിച്ചാൽ മതി എന്നുള്ള തോന്നൽ മാത്രമായിരിക്കും. അത് എങ്ങനെയൊക്കെയോ ഇവര് നമ്മൾ കൺവിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് സീരീസിൽ. വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ഈ കൊല്ലത്തെ അല്ല എവർ എന്ന് ഞാൻ പറയും. 10 എപ്പിസോഡുകൾ സെക്കൻഡ് സീസൺ റിന്യൂ ചെയ്തിട്ടുണ്ട്. ദ ഡേ ഓഫ് ദ ജക്കാൾ എന്നാണ് സീരീസിന്റെ പേര്. മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ച്.